തൃപ്പൂണിത്തുറയിൽ പടക്കശേഖരം പൊട്ടിത്തെറിച്ചുണ്ടായ സ്ഫോടനത്തിന്റെ നടുക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. സമീപത്തെ വീടുകളുടെ ജനൽച്ചില്ലുകൾ പൊട്ടിത്തെറിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. സ്ഫോടനത്തിൽ തകർന്ന വീടുകൾക്ക് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. മജിസ്ട്രേറ്റിയൽ അന്വേഷണം സംബന്ധിച്ച നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഡാനി ഇപ്പോൾ ചേരുന്നു കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. ഡാനി, ഏറെ ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ. നമുക്കറിയാം, 200-ലധികം വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിരുന്നു. ഇവരുടെ നഷ്ടപരിഹാരം സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തമായൊരു തീരുമാനമുണ്ടായിട്ടില്ല. അതിനിടെയാണ് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് നാട്ടുകാർ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. ഈ വിഷയത്തിൽ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും അധികാരികളുടെ ഭാഗത്തുനിന്നോ ഇവർക്ക് ഏതെങ്കിലും ഉറപ്പ് ലഭിച്ചിട്ടുണ്ടോ നഷ്ടപരിഹാരം സംബന്ധിച്ച്? ടോം, ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ അപകടം അതിൽ വലിയ രീതിയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നു. 292 വീടുകൾക്കാണ് ഇതിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളത്. ആ 292-ൽ 8 വീടുകൾ പൂർണ്ണമായും നശിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് വാഹനങ്ങളുടെ കണക്കുകൾ. ഇത് വലിയ രീതിയിലുള്ളൊരു നാശനഷ്ടങ്ങൾ, ഒരു വലിയ പ്രദേശം ആകെ തച്ചുടച്ച രീതിയിലാണ് ഈ വെടിമരുന്ന് ശേഖരം അതിൻ്റെ സ്ഫോടനമുണ്ടായത്. ഇതിൻ്റെ നാശനഷ്ടങ്ങൾ തിട്ടപ്പെടുത്തി വരുന്നതേയുള്ളൂ. അതിൻ്റെ കണക്കെടുപ്പുകൾ ഇപ്പോഴും പൂർണ്ണമായിട്ടില്ല. പക്ഷേ ജനങ്ങളുടെ മനസ്സിൽ വലിയ ആശങ്കയുണ്ട്. കാരണം കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് അവരുടെ ജീവിതത്തിലെ മുഴുവൻ സമ്പാദ്യവും നഷ്ടപ്പെടുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ ചെന്നെത്തിയിരിക്കുന്നത്. വീടുകളിലേക്ക് ശേഷിക്കുന്ന വീടുകളിൽ അറ്റകുറ്റപ്പണികൾ നടത്തണം, ബലക്ഷയം പരിശോധിക്കണം, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഭീമമായ ചിലവ് വരുന്ന കാര്യങ്ങൾ. പലരും തന്നെ ഉള്ളതെല്ലാം വിറ്റുപെറുക്കി എല്ലാമാണ് ഈ വീട് എല്ലാം തന്നെ പലതും ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ തീർത്തും നിസ്സഹായരായ സാധാരണക്കാരൊരു സഞ്ചയമാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആശങ്കകൾ വലുതാണ്. ഇന്ന് ഇപ്പോൾ നഗരസഭയുമായി കൂടിയാലോചനകൾ നടന്നിരുന്നു. എന്ത് ചെയ്യാൻ കഴിയും എന്ന് നഗരസഭ മുഴുവൻ സഹായവും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടവും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു മജിസ്ട്രേറ്റിയൽ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. അതിൻ്റെ നടപടികളിലേക്ക് കടക്കുന്നു. പക്ഷേ ഇതെല്ലാം എത്രത്തോളം ഫലപ്രാപ്തിമാകുന്നു, എത്ര കണ്ട വേഗത്തിൽ ഇതെല്ലാം നടപ്പാകുന്നെന്ന വലിയൊരു ചോദ്യം ബാക്കിയുണ്ട്. ആ മുഴുവൻ ആശങ്കയോ ഉള്ളതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ അവിടെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഹൈക്കോടതിയിലേക്ക് പോകുവാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. ഏത് രീതിയിൽ വാഗ്ദാനങ്ങൾ വന്നാലും ഹൈക്കോടതിയിൽ കൂടി ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി ഹൈക്കോടതിയുടെ കൂടി ഒരു ഉറപ്പ് നേടുക, ഒരു കൺസേൺ നേടുക എന്ന രീതിയിൽ തന്നെയാണ് അവർ ഉറച്ചു നിൽക്കുന്നത്. അതിൽ ഒരു മാറ്റവുമില്ല എന്ന് നഗരസഭയുമായി നടത്തിയ ചർച്ചയിലും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം അവരുടെ നഷ്ടങ്ങൾ വലുതാണ്. പലർക്കും അത് എങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് എത്തുമെന്ന് പോലും അറിയില്ല. ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ള താൽക്കാലികമായ ദുരിതാശ്വാസ ക്യാമ്പിൽ എത്ര നാൾ കഴിയണമെന്നത് സംബന്ധിച്ച് ആർക്കും ഒരു ഊഹവുമില്ലാത്ത ഒരവസ്ഥയാണ്. അപ്പോൾ തിരികെ വീടുകളിലേക്ക് മടങ്ങുന്നത് വരെയും പകരം സംവിധാനം എന്താണ്? വാടക വീടുകളിലേക്ക് പോകുമ്പോൾ ആ വീട്ടുവാടക അടക്കം ആരാണ് കൊടുക്കേണ്ടത്? ഇനി അറ്റകുറ്റപ്പണികൾ എങ്ങനെയാണ് വളരെ പെട്ടെന്ന് പുനരാരംഭിക്കുവാനായിട്ട് സാധിക്കുന്നത്? അങ്ങനെ നിരവധിയായ ചോദ്യങ്ങൾക്ക് നടുവിൽ തന്നെയാണ് സാധുക്കളായ ജനങ്ങൾ. ഇതിനെല്ലാം തന്നെ ഉത്തരം കിട്ടേണ്ടതുണ്ട്. അതിൽ ജില്ലാ ഭരണകൂടം ഇതുവരെയും ഈ കണക്കെടുപ്പ് സംബന്ധിയായ കാര്യങ്ങളിലേക്ക് കടക്കുന്നതേയുള്ളൂ. മജിസ്ട്രേറ്റിയൽ അന്വേഷണം പ്രഖ്യാപിച്ച സബ് കളക്ടർ നാളെയോടുകൂടിയേ ഒരുപക്ഷെ അവിടെ സന്ദർശിക്കാനുള്ള സാധ്യതയുള്ളൂ എന്നാണ് ഒടുവിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. മറ്റു നടപടികൾ ആവും വിധമെല്ലാം ചില വീടുകൾ പൂർണ്ണമായും തകർന്നൊരവസ്ഥയുണ്ടായിരുന്നു. അതായത് വാസയോഗ്യമല്ലാത്ത രീതിയിൽ പല വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിരുന്നു. അവരിപ്പോഴും ഈ ക്യാമ്പുകളിൽ കഴിയുകയാണോ? അവരുടെ പുനരധിവാസം സംബന്ധിച്ചുള്ള കാര്യത്തിലെങ്കിലും ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നൊരു അടിയന്തരമായ തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ? തീരുമാനം അടിയന്തരമായി ഉണ്ടാകേണ്ടതാണ്. കാരണം ഒരുപക്ഷെ ഇവിടം സന്ദർശിച്ച ഈ മജിസ്ട്രേറ്റിയൽ സംഘം ഇത് സ്ഥലം സന്ദർശിക്കുകയും ഇവരോട് സംസാരിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നാളെയോടുകൂടി അത്തരം കാര്യങ്ങളിലൊരു വ്യക്തത വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുവരെയും ഇവർ താൽക്കാലികമായ അവിടെ ഒരു കമ്മ്യൂണിറ്റി ഹാളിലാണ് താൽക്കാലിക സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. അവിടെ നിന്ന് അവരെ മാറ്റാനായിട്ട് സാധിക്കണം. കാരണം അവിടെ കഴിയുന്നവർ അതുമാത്രം പോരാ. കാരണം അവരുടെ മുഴുവൻ വസ്തുവകളും നഷ്ടപ്പെട്ടൊരവസ്ഥയാണ്. വീടാകെ തകർന്നിരിക്കുന്നു. അതിനകത്തുണ്ടായിരുന്ന വീട്ടുപകരണങ്ങളെല്ലാം തന്നെയും നഷ്ടമായിരിക്കുന്നൊരവസ്ഥയാണ്. അത്ര കണ്ട് അവർക്ക് ഈ നമ്മൾ പറയില്ല ഒന്നിൽ നിന്ന് തുടങ്ങേണ്ടി വരുമെന്ന് പറഞ്ഞതുപോലെ ആ രീതിയിലേക്ക് അവർ എത്തപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ വലിയ രീതിയിലൊരു ഇടപെടൽ അതും അടിയന്തര സ്വഭാവത്തോടെ അവിടെ വേണ്ടി വരും. കാരണം അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു പ്രത്യാഘാതങ്ങൾ അവിടെയുണ്ട്. കാരണം മാനസികമായിട്ട് തളർന്നിരിക്കുന്നവരാണ്. അവർക്ക് കൗൺസിലിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ഏർപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ഈ കേൾവി സംബന്ധമായ കാര്യങ്ങൾ പലർക്കും തന്നെ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ മെഡിക്കൽ
മെഡിക്കൽ എയ്ഡിനൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങൾ കൂടി ഇടപെട്ടുകൊണ്ട് പരിഹരിക്കേണ്ടതുണ്ട്. കാരണം മാനസികമായി അല്ലാതെ തളർന്നിരിക്കുന്നവരാണ്. വീട് എന്നതിന് അപ്പുറം വീടിനകത്തുണ്ടായിരുന്ന വസ്തുവകൾ കൂടി ഇല്ലാതായിരിക്കുന്ന അവരവസ്ഥയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ജില്ലാ ഭരണകൂടത്തിൻ്റെ അടിയന്തര ഇടപെടൽ തന്നെ വേണ്ടി വരും. കാരണം പലർക്കും തന്നെ വീട്ടിനകത്തുള്ള സർട്ടിഫിക്കറ്റുകളടക്കം പലർക്കും തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ വളരെ കൃത്യമായി ഇടപെടൽ വേണം. ഒരുപക്ഷേ നാളെയോടുകൂടി ഇതിനൊരു ഏകദേശം ഒരു രൂപമാകും. എന്താണ് അവിടെ നടപ്പാക്കാൻ പോകുന്നൊരു മാസ്റ്റർ പ്ലാൻ എന്നത് സംബന്ധിച്ച് ഏകദേശ രൂപമാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത്തരം ഇടപെടലുകൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അല്ലായെങ്കിൽ വീണ്ടും പലതവണ ഇതുപോലെ നമ്മൾ വരാപ്പുഴ അപകടങ്ങളെ പിന്നീട് പലതവണ പോയി റിപ്പോർട്ട് ചെയ്തതുപോലെ തൃപ്പൂണിത്തുറയിലേക്കും ഇത്തരം കാര്യങ്ങൾ മാധ്യമ ശ്രദ്ധ തുടർച്ചയായി തന്നെ വേണ്ടിവരും. അതോടൊപ്പം തന്നെയും അവിടെ ഈ ജില്ലാ ഭരണകൂടവും മറ്റ് സംവിധാനങ്ങളും തദ്ദേശ സ്ഥാപനങ്ങളും എല്ലാം തന്നെയും വളരെ പെട്ടെന്ന് തന്നെ ഇടപെടേണ്ട ഒരു സാഹചര്യമാണ് അവിടെയുള്ളത്. ടോം. യെസ്, വ്യക്തമാണ്. ഡാനി ഇപ്പോൾ സൂചിപ്പിക്കുന്ന പോലെ തന്നെ നമുക്കറിയാം ഈ സമീപ നാളുകളിലുണ്ടായ പല ഇത്തരം സ്ഫോടനങ്ങളും അവർക്ക് കൃത്യമായ നഷ്ടപരിഹാരം നാട്ടുകാർക്ക് ലഭിക്കുന്നില്ല എന്ന വലിയ ആക്ഷേപം ഉയരുന്നുണ്ട്. അതിനിടെയാണ് തൃപ്പൂണിത്തുറയിൽ 200-ലധികം, അതായത് 290ഓളം വീടുകൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചത്. ഇവരുടെ വിഷയത്തിൽ ഇവർക്ക് നഷ്ടപരിഹാരം നൽകുന്ന കാര്യത്തിൽ അടിയന്തരമായ നടപടിയാണ് സർക്കാരും ജില്ലാ ഭരണകൂടവും സ്വീകരിക്കേണ്ടത്.